ഗൈസ്, ഇന്നൊരു കഥയാണ്. ഒരു അതിജീവനത്തിന്റെ കഥ. യു പിയിലേക്കാണ് പോരാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴേ അറിയുന്നവരെല്ലാം ഒറ്റ കാര്യം പറഞ്ഞ്, യു പി ആണ്, ശ്രദ്ധിക്കണം, പ്രശ്നം ഒത്തിരി നടക്കുന്ന സ്ഥലം. അപ്പൊ തൊട്ട് മനസ്സിലൊരു ആദ്യമായിരുന്നു. ആദ്യമായിട്ട് ഡൽഹിയിൽ വന്നിറങ്ങുമ്പോൾ കാണുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാ. പിന്നെ അറിയാത്ത കുറേ ഭാഷകളും. ഹിന്ദി ഒട്ടും അറിയാത്തതുകൊണ്ട് തന്നെ മനസ്സിലുള്ള ആദി രണ്ടിരട്ടിയായി. എന്താ ചെയ്യാ, എങ്ങടാ പോണ്ട്, എങ്ങനാ പോണ്ട്, ഇനി ആരോടാ ചോദിക്കുക, അങ്ങനെ ആകെ മൊത്തം ആശങ്ക. ഒറ്റയ്ക്ക് നിൽക്കണ കണ്ടിട്ടോ അതോ നോർത്തിൽ ആദ്യമായിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടോ എന്തോ 4 ടാക്സി ഡ്രൈവേഴ്സ് ഒരുമിച്ച് വന്നു. ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ആകെ മൊത്തം ഒന്ന് പിടികിട്ടി. ഇവരെല്ലാം അവരുടെ ടാക്സിയിൽ കയറി ചെല്ലാനാ പറയണേന്ന്. 2000, 1500 അങ്ങനെ ഒരു കൂട്ടിയും കുറച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട എന്ന് തലയാട്ടിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ മുഖഭാവം മാറി. പിന്നെ ഭീഷണിയുടെ സ്വരായി. സാഹചര്യം ശരിയല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് മെല്ലെ നടന്നു നീങ്ങി. പക്ഷെ ഈ 4 പേരും പുറകെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നെ തിരിച്ചുപോയി. ആകെ മൊത്തം സങ്കടവും ഒറ്റപ്പെടലും ഒക്കെ തോന്നാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു ടാക്സി ഡ്രൈവർ വന്നു. ആളും എന്തൊക്കെയോ ഹിന്ദിയിൽ ചോദിച്ചു. എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് ആൾക്ക് മനസ്സിലായി. ഞാൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞതും ആൾക്ക് പിടികിട്ടി. ആൾ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജി ആവോ 200 റുപ്പേ. എനിക്ക് കാര്യം മനസ്സിലായില്ല. ആൾ എന്നോട് വീണ്ടും പറഞ്ഞു, 200 ഭയ്യ. എന്റെ മനസ്സിന് എന്തോ ഒരു ആശ്വാസമായിരുന്നു. ആളുടെ ചിരിച്ച മുഖം, 2000-ൽ നിന്ന് 200-ലേക്കുള്ള ഒറ്റ താഴ്ച. ഞാൻ ആളുടെ ടാക്സിയിൽ കയറി. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നവരെ ആൾ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ഹിന്ദിയിലായതുകൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ആളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞാൻ 250 രൂപ ആൾക്ക് കൊടുത്തു. ആള് വീണ്ടും ഓർമ്മിപ്പിച്ചു, 200 ഭയ്യ. അത് വെച്ചോളാൻ ഞാൻ ആംഗ്യ ഭാഷയിൽ കാണിച്ചു. എന്നിട്ടും അതിൽ നിന്ന് 30 രൂപ എനിക്ക് അയാൾ തിരിച്ചു തന്നു. ഓക്കെ ഭയ്യ എന്ന് പറഞ്ഞ് ആൾ വണ്ടി തിരിച്ചു പോയി. ഞാൻ സ്റ്റേഷന്റെ അകത്തോട്ടും കയറി. പ്ലാറ്റ്ഫോം പടികൾ കയറുമ്പോഴാ മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നല്. എല്ലാ കൂട്ടത്തിലും കാണൂലേ ഇതുപോലെ മനുഷ്യസ്നേഹമുള്ള കുറെ ആൾക്കാര്. പിന്നെ ആദ്യം 2000 ചോദിച്ചവർക്കും കാണൂലേ വീടും മക്കളും ഭാര്യയും ഒക്കെ. ഒന്നാലോചിച്ചാല് ഒരു ദിവസത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവരെല്ലാവരും.